മാസപ്പടി കേസിൽ ഇഡിക്കെതിരെ CMRL MD ശശിധരൻ കർത്തയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യലിനിടെ മാനസികമായി പീഡിപ്പിച്ചു എന്നാരോപിച്ചാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, വിവരങ്ങൾ. CMRL ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശശിധരൻ കർത്തയുമാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്നലെ രാവിലെ 11 മണിക്ക് CMRLന്റെ ഉദ്യോഗസ്ഥർ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. ഇന്ന് 11 മണിയോടുകൂടിയാണ് ഇവരെ വിട്ടയച്ചത്. അതിനിടയിൽ തന്നെ വിട്ടയക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇവർ ഉടനടി തന്നെ ഹൈക്കോടതിയിൽ ഇന്ന് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. രാവിലെ തന്നെ ഹർജി നൽകുകയും ചെയ്തു. 24 മണിക്കൂറായിട്ട് അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് ഇഡി തങ്ങളെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് CMRന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള NC ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയും തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ആവശ്യം ഹൈക്കോടതി ഈ ഹർജിയിലൂടെ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. തനിക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ളതായിരുന്നു ശശിധരൻ കർത്തയുടെ ആവശ്യം. 2 തവണയാണ് നിലവിൽ ഈ മാസപ്പടി കേസിൽ CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്തയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയത്. തിങ്കളാഴ്ച ഹാജരാകാനും ഇന്നും ഹാജരാകാനുമായിരുന്നു. പക്ഷേ ഈ 2 ദിവസങ്ങളിലും കർത്ത ഹാജരായിരുന്നില്ല. നേരത്തെ ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ സമീപിച്ചുവെങ്കിലും അന്വേഷണത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലിന്റെ വിധേയനാകണം, ഹാജരാകണം എന്നുള്ള ഒരു നിർദ്ദേശം കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ ഇന്നലെ ഉദ്യോഗസ്ഥർ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുകയായിരുന്നു. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഹർജിയിൽ പറയുന്ന മറ്റു ചില ആരോപണങ്ങളുണ്ട്. ഇഡി ചോദ്യം ചെയ്യുന്ന വേളയിൽ തങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചു, മാനസികമായിട്ട് പീഡിപ്പിച്ചു. ഒരു വനിതാ ഉദ്യോഗസ്ഥ 24 മണിക്കൂറോളം നിയമവിരുദ്ധമായിട്ട് കസ്റ്റഡിയിൽ വെച്ചു. മാത്രവുമല്ല, രഹസ്യ സ്വഭാവമുള്ള ചില രേഖകൾ വേണമെന്നുള്ള ആവശ്യവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് മുന്നിലേക്ക് ആവശ്യമെന്നുള്ള രീതിയിൽ മുന്നോട്ട് വെച്ചൊരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ഇമെയിലിന്റെയും മറ്റു ചില പാസ്വേഡിന്റെ വിവരങ്ങൾ ഇഡി ഉദ്യോഗസ്ഥർ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ മാനസികമായിട്ട് 24 മണിക്കൂർ തങ്ങളെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ് ഈ ഹർജിയിൽ ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ. എന്തായാലും ഈ ഹർജി രാവിലെയാണ് നൽകിയത്. അതിനിടയിൽ തന്നെ 11 മണിയോടുകൂടി ഉദ്യോഗസ്ഥരായിട്ടുള്ള 3 പേരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. എന്തായാലും ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇതിലേറെ സുപ്രധാനം എന്ന് പറയുന്നത് ശശിധരൻ കർത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയ ഉപഹർജി തന്നെയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില രേഖകൾ കൂടി ഹൈക്കോടതി മുൻപാകെ ശശിധരൻ കർത്ത സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇന്ന് നോക്കേണ്ടത്. അല്പസമയത്തിനകം തന്നെ സിംഗിൾ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. ശരി, മാസപ്പടി കേസിൽ ഇഡിക്കെതിരെ CMRL MD ശശിധരൻ കർത്തയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യലിനിടെ മാനസികമായി പീഡിപ്പിച്ചെന്നാരോപിച്ചാണ് കോടതിയെ സമീപിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.